Hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നൊരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പൈസയൊക്കെ ഇഷ്ടം പോലെ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ വെബ്സൈറ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് പിക്സി എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ ക്രോമിൽ കൂടെ നമ്മുടെ പിക്സി ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് ക്രോമിൽ കൂടെ പിക്സി ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്സിയുടെ ഇൻ്റർഫേസ് ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്തെടുക്കാനും ഈ ഒരു പിക്സിക്കകത്ത് പറ്റും. മറ്റുള്ളവർ അപ്ലോഡ് ചെയ്തേക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൗത്ത് ഏഷ്യൻ ലാർജസ്റ്റ് സ്റ്റോക്ക് ഫോട്ടോസ് കമ്പനി എന്നാണ് ഈ ഒരു പിക്സി എന്ന് പറയുന്ന കമ്പനിയിൽ. അവരിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറേ അധികം ഫോട്ടോസ്, ഇപ്പോൾ ക്യാമറയിലെടുത്തതായും മൊബൈലിലെടുത്തായും ഫോട്ടോസ് നിങ്ങൾക്ക് കുറേ അധികം നിങ്ങൾക്ക് പിക്സിക്കകത്ത് താഴോട്ട് മുമ്പ് കാണാം. ഇതൊക്കെ ചിലതൊക്കെ ക്യാമറയിലും ചിലത് മൊബൈലിലും എടുത്ത പിക്കുകളാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ മൊബൈലിൽ എടുത്ത പിക്കുകളാണ്. അതുപോലെ ഇത് ക്യാമറയിലൊക്കെ എടുത്ത ഒരു പിക്കുകളാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇതാണ്ടോ, ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്ന പിക്കുകൾ വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഡിറ്റ് ചെയ്ത പിക്ചർ വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു പിക്ചറിനകത്ത് വാട്ടർമാർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ആ ഫോട്ടോസൊന്നും ഈ പിക്സിക്കകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് അപ്ലോഡ് ചെയ്യില്ല. അപ്ലോഡ് ചെയ്താൽ അവർ അപ്ലോഡ് ചെയ്ത് തരില്ല നമുക്ക് ആ ഒരു ഫോട്ടോസൊന്നും. അപ്പോൾ നമ്മൾ വാട്ടർമാർക്ക് യൂസ് ചെയ്യാത്ത ഫോട്ടോസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് അവർ അപ്ലോഡ് ആക്കി തരികയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായൊരു വെബ്സൈറ്റാണ് പിക്സി. ഇപ്പോൾ ഇതിനകത്ത് കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും ഇവിടെ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം മെനു ഓപ്ഷൻസ് എടുത്തപ്പോൾ ഇവിടെ ഒരു അപ്ലോഡിങ് ഓപ്ഷൻ കൊടുത്തേക്കുന്ന കാണാം. നമുക്കിവിടെ ജസ്റ്റ് ഒരു അപ്ലോഡിങ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ്. ചെയ്യുമ്പോൾ ലോഡിങ് ആയി നമുക്കിങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഗസ്റ്റ് ആറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗസ്റ്റ് ആറ്റഡിൽ നമ്മൾ ഞെക്കുവാണ്. അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഗൂഗിളിൻ്റെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ അക്കൗണ്ട് കണക്റ്റ് ആയ ശേഷം നമുക്ക് ഇവിടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫോട്ടോസ്, നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാത്തൊരു ഫോട്ടോസ് നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്ത ശേഷം ആ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾ അപ്ലോഡിങ് സെക്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ഹിയർ ടു അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. ഒന്ന് ക്യാമറ ആൻഡ് ഫയൽ. അപ്പോൾ നിങ്ങൾ ഈ ഫയൽ ഓപ്ഷൻ എടുക്കുക. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ നേരത്തെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫയൽ ഓപ്ഷൻ എടുത്ത് ഓപ്പൺ ആവുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സീൻ എടുത്ത് തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനറി ഞാൻ പിക്സിക്കകത്തോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡിങ് ആവുന്ന കാണാം പിക്സി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ അവിടെ പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്നതാണ് 16, 17 എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ആവുകയാണ്. അപ്ലോഡ് ആയി കഴിഞ്ഞ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 3 ഡോട്ട് ലൈനിൽ ഞെക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. ഡിഫോൾട്ട്, ഇൻ റിവ്യൂ, പബ്ലിഷ്ഡ്, റിജക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ പബ്ലിഷ്ഡ് ആവണമെങ്കിൽ അവർ ഇൻ്റർവ്യൂവിൽ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ആയ ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 48 മിനിറ്റിനുള്ളിൽ അവർ റിവ്യൂ ചെയ്യും. ആ റിവ്യൂ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഫോട്ടോ നേരെ നിങ്ങളുടെ വാട്ടർമാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ നിങ്ങളെ പബ്ലിഷ് ആക്കി തരും. അങ്ങനെയാണ് ഈ ഒരു പിക്സി എന്ന സൈറ്റിൻ്റെ ഒരു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് DSLR വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സൈറ്റിൽ നമുക്ക് DSLR ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. DSLR ഇല്ലെങ്കിൽ പോലും മൊബൈലിലെടുത്തൊരു പിക്കായാൽ പോലും നമുക്കവിടെ അപ്ലോഡ് ആയി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ, ഇതിപ്പോൾ അപ്ലോഡ് ആയ ശേഷം നിങ്ങളുടെ കണ്ടിന്യൂ ടു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ ടു എഡിറ്റിങ്ങിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ അവിടെ ലോഡിങ് ആവുന്നതാണ് ഒരു ഡോട്ട് ലൈനൊക്കെ വന്നിട്ട്. ഇപ്പോൾ പിക്സിയുടെ ഈ വാട്ടർമാർക്ക് ഒരു ഇത് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഫോട്ടോ ബേസ്ഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഹാഷ്ടാഗുകളാണ് ഈ താഴെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്ത ആഡുകൾ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് റീക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതുപോലെ സെർച്ച് മോഡൽ ഇത് കൊടുക്കുക, അതുപോലെ കുറേ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനകത്ത് വലുതായിട്ടൊന്നും കൊടുത്തില്ല. ജസ്റ്റ് റെഡ് ലൈറ്റ് എന്ന് മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. കാര്യം ആ ഫോട്ടോയ്ക്കകത്ത് ഒരു റെഡ് ഭാഗം വന്നതുകൊണ്ട് റെഡ് ലൈറ്റ് എന്ന് മാത്രം ഞാൻ ഈ ഫോട്ടോയ്ക്ക് ഒരു ടൈറ്റിലും കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇവിടെ സെൻഡ് ടു റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻഡിങ് ആയിട്ട് ഒന്ന് റൊട്ടേറ്റഡ് ആവുന്നതാണ്. അപ്പോൾ നേരെ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ റിവ്യൂയിലോട്ട് കയറാൻ പോകണം. അപ്പോൾ അവർ റിവ്യൂ ചെയ്യും. അതിനുശേഷം പിക്സി എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ഫോട്ടോസിനെ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കൊരു 48 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ അവർ
അവർ തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ റിവ്യൂവിൽ കയറി കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോ അപ്ലോഡ് ആക്കാൻ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്ലോഡ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. നമുക്കിവിടെ 3 ഡോട്ടിൽ ഞെക്കി കഴിഞ്ഞാൽ ഡിഫോൾട്ടിൽ കിടക്കുന്നതാണ്. ഡിഫോൾട്ടിൽ ഒരു ഫോട്ടോ കിടക്കുന്നതാണ്. ഡിഫോൾട്ട് ലിസ്റ്റിൽ ഒരു ഫോട്ടോ കിടക്കുന്നതാണ്. കിടക്കുന്ന ഫോട്ടോ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 7 ബിസിനസ് ഡേയ്സ് എന്നാണ് അവർ പറയുന്നത്. ഇതിനുള്ളിൽ ആ ഫോട്ടോ നിങ്ങളുടെ റിവ്യൂ ലിസ്റ്റിലോട്ട് കയറ്റും. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ റിവ്യൂഡ് ആക്കി കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ പബ്ലിഷ്ഡ് ആവും. വാട്ടർമാർക്ക് ഒന്നും ഇല്ല എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഫോട്ടോ പബ്ലിഷ് ആവും. അപ്പം ഞാൻ വാട്ടർമാർക്ക് കൊടുക്കരുതെന്ന് എടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾ വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ഒരിക്കലും അവർ അപ്ലോഡ് ചെയ്യില്ല, റിജക്റ്റഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത ശേഷം ഈ ഫോട്ടോയുടെ വെബ്സൈറ്റ്, അതുപോലെ ഇപ്പം ഞാൻ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഇപ്പം എൻ്റെ റെഫറൽ കോഡും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് അവിടെ നിന്ന് ഡൗൺലോഡ്. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെയും അതുപോലെ ഇപ്പം എൻ്റെ റെഫറൽ കോഡിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെഫറൽ കോഡ് യൂസ് ചെയ്ത് വേണമെങ്കിലും ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ നോർമലി നിങ്ങൾക്ക് വെബ്സൈറ്റിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പേരെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. അതുപോലെ ഇപ്പം നല്ലൊരു വെബ്സൈറ്റാണ്, നിങ്ങളുടെ ട്രൈ ചെയ്തതിൻ്റെയാണ്. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.